എല്ലാരും മധുരം കഴിച്ചല്ലോ. ഇനി പറ, എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? കേൾക്കട്ടെ. ഇത് നമ്മുടെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും കല്യാണ കുറിപ്പടിയാ. സഞ്ജു ഇത്രയും സമയം അത് സസ്പെൻസ് ആക്കി വെച്ചതാണല്ലേ? ഇവിടെ എല്ലാരെയും വിളിച്ചു കൂട്ടി മധുരം വിളമ്പണമെന്ന് പറഞ്ഞപ്പോ എന്താ ഏതാന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും സന്തോഷമുള്ള എന്തോ കാര്യമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സഞ്ജു, എന്ന് വിവാഹം? ഇനി അതിന് അധിക ദിവസം ഉണ്ടാവില്ലല്ലോ. വിവാഹ തീയതി എന്നാന്നൊന്ന് പറ. ഇനി ഇവരുടെ വിവാഹത്തിന് വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. വരുന്ന 11-ാം തീയതി വ്യാഴാഴ്ചയാണ് ആ ശുഭമുഹൂർത്തം. ഈ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടത്തണം. സദ്യക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നമ്മൾ കൂട്ടായി തന്നെ ആലോചിക്കണം. എന്റെ അമ്മുവിന്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് എന്റെ ആഗ്രഹം. അമ്മ പറഞ്ഞതാ ശരി. അമ്മുവിന്റെ വിവാഹം നമുക്ക് അടിച്ചു പൊളിക്കണം. അല്ല, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്. നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ പറ, നമുക്കതുപോലെ ചെയ്യാം. അമ്മു, നിന്റെ അഭിപ്രായം പറയ്, കേൾക്കട്ടെ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ടെൻഷനോ? അതെന്തിനാ? വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ ഡോക്ടർക്ക് ഓരോ ആപത്തുകളായിരുന്നല്ലോ. അതാ എനിക്ക് ടെൻഷൻ. മോളിപ്പോഴും അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. ഗോവിന്ദിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നെന്താ? എന്റെ നല്ലതിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ എനിക്ക് വയ്യമ്മേ. വേണ്ടാത്ത ചിന്തകളൊന്നും ഇപ്പൊ മനസ്സിൽ കയറ്റി വെക്കണ്ട. മനസ്സ് സന്തോഷമായിട്ട് വെക്ക. ബാക്കി കാര്യം നീ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. വിവാഹം മംഗളമായി തന്നെ നടക്കും. അതുപോലെ ക്ഷേത്രത്തില് ദേവിയുടെ മുന്നിൽ വെച്ച് ചെറിയൊരു മാലയിടൽ ചടങ്ങ്, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറ്റില്ല. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ ഗ്രാൻഡ് ആയിട്ട് ഗോവിന്ദിന്റെ അമ്മുവിന്റെ കല്യാണം നടത്തണം. അതൊന്നും വേണ്ട. ദേവിയുടെ മുന്നിൽ വെച്ച ആ ചടങ്ങ് നടക്കണ്ടേ. ഞാൻ ഡോക്ടറോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഡോക്ടർക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. ഒന്നാലോചിച്ച മോള് പറയുന്നത് ശരിയാ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ. എന്നാ ശരി, ലച്ചുവിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്താം. എന്തായാലും വിവാഹത്തിന് മുൻപ് തടസ്സങ്ങൾ മാറാൻ ചില പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. സഞ്ജു അതിന് വേണ്ടത് ചെയ്യണം. പ്രശ്നങ്ങളെല്ലാം തീരണം. അമ്മുവിന്റെയും ഗോവിന്ദിന്റെയും മുന്നോട്ടുള്ള ജീവിതം സന്തോഷമുള്ളതാവണം. അത്രമാത്രം ഈ കുടുംബത്തെ സ്നേഹിച്ച അമ്മുവിന് ഇതല്ലാതെ നമുക്ക് മറ്റെന്താ ചെയ്തു കൊടുക്കാനാവുക?